പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ റോസിൻ്റെ ഒരു പരിപാലനത്തെക്കുറിച്ചാണ് പറയുന്നത്. റോസിന് നമ്മൾ ഏത് തരം വളം കൊടുത്താലും DAP ആയാലും ജൈവവളങ്ങൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ മുകളിൽ മണ്ണ് ഇളക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റോസിന് ജൈവവളങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിന് വേരിൽ നിന്ന് കുറച്ച് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെ പറ്റി ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് നമ്മുടെ കറുവപ്പട്ട. നമ്മളെ വീട്ടിലേക്കാണ് നമ്മൾ കറിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന പട്ട, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ പട്ട നല്ലതുപോലെ പൊടിപ്പിച്ച് ഒരു സ്പൂണ് ഒരു 1/2 ലിറ്റർ വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടുതൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആൻറ്റി ഫംഗലാണ്. ഇതിട്ട് നല്ലതുപോലെ ഒന്ന് ലയിപ്പിച്ച് ഒരു 6 മണിക്കൂർ അടച്ച് വെച്ചതിന് ശേഷം അരിച്ചെടുത്ത് മൂടിലൊഴിച്ച് കൊടുത്താൽ വേലിൽ നിന്ന് റോസിന് വരുന്ന കുറച്ച് അസുഖങ്ങൾ മാറിക്കിട്ടും. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റോസിന് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാരണവശാലും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഒരു കാരണവശാലും റോസിന് വെള്ളം ഒഴിക്കരുത്. അത് റോസിന് കുരുടിപ്പിന് കാരണമാവും. റോസിന് സൂര്യപ്രകാശത്തിൻ്റെ കഴിവില്ലാതെ വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അതുകൊണ്ട് റോസിന് ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ വെള്ളം ഒഴിക്കരുത്. പിന്നെ നമ്മുടെ പച്ചക്കറികളും മുട്ടത്തോടൊന്നും ഉണക്കി പൊടിക്കാതെ ഒരു കാരണവശാലും ഇതിൻ്റെ മൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഇതെല്ലാം നമുക്ക് ഫംഗസ് പിടിക്കാൻ കാരണമാകും. അപ്പോൾ മാക്സിമം നമ്മളിത് ഷെയർ ചെയ്യുക. വെള്ളം ഒഴിക്കുന്നത് ഒരു കൃത്യതയോടെ രാവിലെയും വൈകിട്ടായാലും ഒരു 4 മണിക്ക് ശേഷം ഒഴിക്കാൻ 4 മണി 5 മണി വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വളങ്ങളിടുമ്പോൾ മൂട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറുവപ്പട്ടയും നമ്മുടെ മഞ്ഞൾപ്പൊടി ആൻറ്റി ഫംഗലാണ്. അത് വേരുന്നുള്ള എല്ലാ അസുഖങ്ങളും മാറ്റും. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത വളവും കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.